രാജ്ഭവനുമായി ബന്ധപ്പെട്ട് താങ്കൾ പ്രോട്ടോകോൾ ലംഘനം നടത്തിയെന്ന് പറഞ്ഞുകൊണ്ട് ഗവർണർ കത്ത് നൽകിയത് മുഖ്യമന്ത്രി ഇതിന് മറുപടി നൽകിയത്. മന്ത്രി ഒരു തരത്തിലുള്ള പ്രോട്ടോകോൾ ലംഘനം നടത്തിയിട്ടില്ല എന്നും താങ്കളുടെ പ്രവൃത്തിയെ ന്യായീകരിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി ഒരു മറുപടി നൽകിയിരിക്കുന്നത്. അപ്പോൾ വീണ്ടും രാജ്ഭവൻ മറുപടിയും മറ്റു കാര്യങ്ങളും നൽകാൻ സാധ്യതയുണ്ട്. താങ്കളെന്ന് തന്നെ വ്യക്തമാക്കിയ ഒരു കാര്യമാണത്. അല്ല, മുഖ്യമന്ത്രി കൊടുത്ത മറുപടി എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ പത്രങ്ങളിലൂടെ വായിച്ചു മാത്രമേ ഉള്ളൂ. ഞാൻ പ്രോട്ടോകോൾ ലംഘനം നടത്തിയിട്ടില്ല. പ്രോട്ടോകോൾ ലംഘനം നടത്തിയിരിക്കുന്നത് ബഹുമാനപ്പെട്ട ഗവർണറാണ്. ഗവർണർ പ്രോട്ടോകോൾ മാത്രമല്ല ഭരണഘടനാ ലംഘനം കൂടി നടത്തിയിരിക്കുകയാണ്. രാജ്ഭവൻ RSSൻ്റെ പ്രവർത്തന കേന്ദ്രമാക്കാൻ വേണ്ടി പറ്റില്ല. RSSൻ്റെ 2 പ്രധാനപ്പെട്ട പ്രവർത്തകർ രാജ്ഭവനിൽ പ്രവർത്തിക്കുകയാണ്. അവരാണ് ഈ കാര്യങ്ങളാകെ തന്നെ നിയന്ത്രിക്കുന്നത്. ഗവർണറെ വഴിതെറ്റിച്ച് കൊണ്ട് പോകുന്നതും ഇവരാണ്. അന്ന് ഈ യൂണിവേഴ്സിറ്റി സെനറ്റുകളിൽ തന്നെ ഒരു നിർജ്ജീവമായി കിടക്കുന്ന ഒരു സംഘടനയുടെ പേരിലാണ് ഒരു പ്രോഗ്രാം നടത്തിയത്. അതും ഈ RSSൻ്റെ കൊടിവെച്ചേക്കുന്ന സഹോദരിയുടെ പടം എടുത്തുകൊണ്ട് അവിടെയും കൊണ്ട് വച്ചു. ഞാൻ അവിടെ രാജ്ഭവനിൽ ഈ ചടങ്ങിന് വേണ്ടി ചെന്ന അവസരത്തിൽ ഈ പടം അവിടെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാൻ സത്യപ്രതിജ്ഞ ചെയ്ത ആളാണല്ലോ ഭരണഘടനാപരമായി. അപ്പോൾ ഭരണഘടനാ ലംഘനം അവിടെ നടന്നു കഴിഞ്ഞാൽ അത് എന്നെ ബാധിക്കുന്ന വിഷയമാണ്. ഞാനവിടെ പൂർണ്ണമായിട്ട് ഇരുന്നിരുന്നുവെങ്കിൽ അത് ഭരണഘടനാ ലംഘനമായി മാറുമായിരുന്നു. ഞാൻ ഭരണഘടനയെ ലംഘിക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് വാക്കൗട്ട് നടത്തി പുറത്തു പോയത്. ഭാരതാംബ വിഷയത്തിലുള്ള മന്ത്രിയുടെ പ്രതികരണമല്ല, പരിപാടി തീരും മുമ്പ് ഇറങ്ങി അതൊരു പ്രോട്ടോകോൾ ലംഘനമാണ്. അത് ഭാരതാംബയെ വെച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയിൽ ഇരിക്കുന്ന പ്രശ്നമേ ഇല്ല.